ഇന്ന് ചെയ്യുന്നത് ഒരു സ്വീറ്റാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. പാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-12 ബദാം ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതൊരു മിനിറ്റ് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, മൈദ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് വറുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് നെയ്യ് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. വെജിറ്റബിൾ ഗീ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മൈദ കുക്കായിട്ട് കുറച്ച് ലൂസായി വരുന്ന പരുവത്തിലായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു ഇളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ടൊക്കെ കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ടിട്ട് സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പകുതി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നമുക്ക് 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കൊക്കോ പൗഡർ ഇതിൽ നന്നായിട്ട് മിക്സ് ആവുന്ന വരെ കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് 2 ഭാഗങ്ങളായിട്ട് മാറ്റി വെക്കാം. മൈദയുടെ കൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാം അതിൻ്റെ പകുതി ഭാഗം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ട്രേയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കാത്ത മൈദയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അതും ഇതുപോലെ ചെയ്യാം. ഇതൊന്ന് നിരപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാക്കി പോർഷൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ബാക്കിയുള്ള ബദാം ക്രഷ് ചെയ്ത് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഈ ബദാം ഇതിൻ്റെ മുകൾ ഭാഗത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഇപ്പം നമ്മുടെ മൈദ സ്വീറ്റ് നന്നായിട്ട് തണുത്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഡിമോൾഡ് ചെയ്യാം. ബട്ടർ പേപ്പർ വെക്കാതെ ഓയിൽ മാത്രം പുരട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ പാത്രത്തിൽ നിന്ന് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ മൈദ സ്വീറ്റ് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.